സമരവേദിയിലെ ജനസഭയുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ നിർവഹിച്ചു. അതേസമയം സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാർ വ്യാജ ഇടതുപക്ഷമാണെന്ന് ചലച്ചിത്ര താരം ജോയ് മാത്യു പ്രതികരിച്ചു. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയുക, എങ്ങനെ പ്രതികരിക്കും? അവരുടെ CIT ആണ് സമരം നടത്തുന്നത്, 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. ആശാ വർക്കർമാരോടുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി നടത്തിയ ജനസഭ പ്രതിഷേധ സാഗരമായി. ആശമാരെ അവഗണിക്കുന്ന ദ്രോഹനയം തുടർന്നാൽ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുന്ന സ്ഥിതി വരുമെന്ന് ജനസഭയിൽ പങ്കെടുത്തവർ മുന്നറിയിപ്പ് നൽകി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഓൺലൈനായി സഭ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് MP മത്തായി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി M ഷാജർ ഖാൻ പ്രമേയം അവതരിപ്പിച്ചു. കൽപ്പറ്റ നാരായണൻ ശബ്ദ സന്ദേശത്തിലൂടെ ഐക്യദാർഢ്യം നൽകി. നടൻ ജോയി മാത്യു, പ്രൊഫസർ B രാജീവൻ, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, പ്രമോദ് പുഴങ്കര, ഡോക്ടർ KG താര, ജോർജ് മുല്ലക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന അവകാശ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട് തികച്ചും മനുഷ്യത്വരഹിതവും ജനാധിപത്യ വിരുദ്ധവും ട്രേഡ് യൂണിയൻ മര്യാദകളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ജനസഭ അംഗീകരിച്ച പ്രമേയത്തിൽ ആരോപിച്ചു. സമരം അവസാനിപ്പിക്കാൻ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും ജനസഭ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. സമരം 45 ദിവസം പിന്നിട്ടതോടെയാണ് ജനസഭ സംഘടിപ്പിച്ചത്. ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാരിന് കഴിയുന്ന വർധനവ് നടപ്പിലാക്കണമെന്ന് കെ സച്ചിദാനന്ദൻ അവകാശപ്പെട്ടു. അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശബ്ദമുയർത്തിയാലേ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനാകൂ എന്ന് CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സ്കീം വർക്കേഴ്സ് നടത്തിയ മാർച്ചും ധരണിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. കേരളത്തിൽ നമ്മൾ 2023 ആയപ്പോഴേക്ക് വീണ്ടും 1000 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 7000 രൂപയാക്കി. അപ്പോൾ നരേന്ദ്രമോദി ചെയ്ത പണി എന്താണ്? ഇങ്ങനെ കൊടുക്കുന്നതൊന്ന് കാണണമെന്ന വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി നമ്മുടെ ആശമാരുടെ പോലും വിഹിതം 600 കോടി രൂപ തടഞ്ഞു വെച്ചു. നമ്മൾ കൊടുക്കുന്ന കാണട്ടെ എന്നാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല, സ്കീമിന്റെ ഭാഗമായി വന്ന 60:40, കേന്ദ്രം 60% തരും, സ്റ്റേറ്റുകൾ 40%. അത് പ്ലസ് ആണ്, 7000 പ്ലസ് ആണ്. അത് കേരളത്തിൽ നമ്മൾ അതിൻ്റെതും കൂടെ ചേർത്ത് 13,400 രൂപ വരെ കിട്ടുന്നുണ്ട്. ചില ആശമാരിടയ്ക്ക് പറയും ഞങ്ങൾക്ക് 13,400 കിട്ടുന്നില്ല. അതെങ്ങനെയാണ് വരുന്നത്? ചില വാർഡുകളിൽ, ചില 1000 പോപ്പുലേഷൻ ഇടയിൽ പ്രസവത്തിന്റെ എണ്ണം അനുസരിച്ചാണ് ആ ഇൻസെന്റീവ്. നിങ്ങൾക്കറിയാം, ഒരു 4-5-6 പ്രസവം ഉണ്ടെങ്കിൽ നമ്മുടെ അലവൻസ് ഇൻസെന്റീവ് കൂടും. ഒരു പ്രസവമില്ലാത്ത വാർഡാണെങ്കിൽ അപ്പോൾ ഉണ്ടാവില്ല. ഈ വേരിയേഷൻ ഉണ്ട്. 7000 എല്ലാവർക്കും സ്ഥിരമാണ്. മറ്റ് വേരിയേഷൻ, അപ്പോൾ പ്രസവമില്ല എങ്കിൽ ഗർഭസ്ഥ ശിശു, ഗർഭിണിയില്ല, കുഞ്ഞില്ല, കുഞ്ഞുള്ളപ്പോൾ അതിന്റെ കുത്തിവയ്പ്പുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്, ഭക്ഷണം കൊടുക്കലുണ്ട്, നാപ്കിൻ കൊടുക്കലുണ്ട്. ഈ തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഇൻസെന്റീവ് താരതമ്യേന ഈ വേരിയേഷൻ വരും. നമ്മളില്ല ചക്കെന്താ ചുക്കെന്താന്ന് അറിയാത്ത കുറെ ആളുകൾ 13,000 കിട്ടുന്നില്ല, ചിലർക്ക് 12,000 ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ചിലർക്ക് കുറയുന്നത്? അത് ഈ ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടാണ്. ചിലരെ വെട്ടിക്കുറയ്ക്കുന്നതാണ്. ആ കാശിന്റെ ധാരണയില്ലാത്തവർ ഈ തരത്തിലും വർത്തമാനം പറയുന്നുണ്ട്. ഓരോ പീസ് റേറ്റിലാണ് ഇൻസെന്റീവ് വയ്ക്കുന്നത്. ആ പീസ് റേറ്റ് നമ്പർ അനുസരിച്ചാണ്. കേരളത്തിൽ അത് മിക്കവാറും ഇപ്പൊ 80% ആളുകൾക്കും 13,000 മുകളിൽ കിട്ടുന്നവരാണ് കേരളത്തിൽ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പ്രസവം എത്രയാ കൂടുന്നത്? UP-യിൽ ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ടാണോ 2,000 രൂപ വാങ്ങുന്നത്? UP-യിൽ ഇപ്പോഴും 2,000 കൊടുക്കുന്നത്.